പഴയ സ്വർണ്ണമോർത്ത് ഇനി വിഷമിക്കേണ്ട. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇതാ മൺസൂൺ ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവലും NRI ഫെസ്റ്റും. ഫ്രീ ഇൻഷുറൻസും ലൈഫ് ടൈം മെയിന്റനൻസും ഇതോടൊപ്പം ലഭിക്കുന്നു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പഴയത് മാറ്റി പുത്തൻ തിളക്കത്തോടെ മടങ്ങൂ. ചാലിശ്ശേരി പെരുമണ്ണൂരിലെ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലെ നഴ്സിനെ പാമ്പ് കടിച്ചതിനെ തുടർന്ന് പാമ്പിനെ കണ്ടെത്താനായി വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. എന്നാൽ പാമ്പിനെ കണ്ടെത്താനായില്ല. ചാലിശ്ശേരി പഞ്ചായത്തിലെ സർക്കാർ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും നേഴ്സിന് അണലിയുടെ കടിയേറ്റ സംഭവത്തെ തുടർന്നാണ് ആരോഗ്യ കേന്ദ്രത്തിൽ പാമ്പിനെ കണ്ടെത്താനായി വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. ഏറെ നേരം പരിശോധിച്ചെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല. കഴിഞ്ഞ ദിവസം രാവിലെ മുതലായിരുന്നു പരിശോധന. പട്ടാമ്പി ഫോറസ്റ്റ് സെക്ഷൻ റെസ്ക്യൂ വാച്ചർ സുധീഷ് കുറ്റ്നാടിന്റെ നേതൃത്വത്തിലായിരുന്നു തിരച്ചിൽ നടത്തിയത്. ചാവക്കാട് സ്വദേശിനിയും കഴിഞ്ഞ 2 വർഷമായി ഇവിടെ നേഴ്സായി സേവനമനുഷ്ഠിച്ചു വരികയുമായിരുന്ന മിസ്സിരിക്കാണ് അണലിയുടെ കടിയേറ്റത്. ആരോഗ്യ കേന്ദ്രത്തിന്റെ പിറകുവശത്തെ കാട് നിറഞ്ഞ ഭാഗങ്ങളിലും വെട്ടിമാറ്റിയ പഴയ മരം കിടന്ന സ്ഥലങ്ങളിലും ഉൾപ്പെടെ പാമ്പ് ഒളിച്ചിരിക്കുവാൻ സാധ്യതയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും പരിശോധന നടത്തി. തുടർന്ന് സമീപത്തെ പറമ്പുകളിലും പരിശോധന നടത്തിയെങ്കിലും പാമ്പുകളെ ഒന്നും കണ്ടെത്താനായില്ല. ഇതോടെ നിലവിൽ ആരോഗ്യ കേന്ദ്രത്തിലെത്തുന്നവർക്ക് പാമ്പ് ഭീതിയില്ലാതെ പ്രവേശിക്കാമെന്നതിന്റെ ആശ്വാസത്തിൽ കൂടിയാണ് നാട്ടുകാരും ഇവിടുത്തെ ജീവനക്കാരും. നിർഭാഗ്യവശാൽ 2-4 ദിവസം മുന്നേ ഇവിടുത്തെ ഹെൽത്ത് സെന്ററിലെ നഴ്സിനെ പാമ്പ് കടിക്കുകയുണ്ടായി. അണലി വർഗത്തിൽപ്പെട്ട പാമ്പാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ICUയിലേക്കായിരുന്നു കുന്നംകുളത്ത്. ഇപ്പോൾ അപകടനിലയ്ക്ക് തരണം ചെയ്ത് ആള് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടുണ്ട്. എന്തായാലും നാട്ടുകാരുടെ എല്ലാ നാട്ടുകാരും അതുപോലെ തന്നെ പരിസരവാസികളും എല്ലാവരും കൂടി നല്ല സഹകരണത്തോടു കൂടി നമ്മുടെ ഫോറസ്റ്റിൽ നിന്ന് വിളിക്കുമ്പോഴേക്കും തന്നെ ഇദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ കോമ്പൗണ്ട് മൊത്തം ചെക്ക് ചെയ്തു. കോമ്പൗണ്ടിന്റെ പുറത്തുള്ള കുറച്ച് സ്ഥലങ്ങളും കൂടി ഞങ്ങൾ ചെക്ക് ചെയ്തു. പാമ്പിന്റെ ഇതൊന്നും കാണാൻ പാമ്പിന്റെ ഒരു ആവാസം ഇവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഈ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്.